أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറ്റവും സ്നേഹവും ബഹുമാനവുമുള്ള രക്ഷിതാക്കൾ, വളരെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ, വിദ്യാർത്ഥിനികൾ, മുതഅല്ലിം സുഹൃത്തുക്കൾ, സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിൽ നടക്കുന്ന തദ്രീബ് ഖത്മുൽ ഖുർആൻ പാരായണ പഠന ക്ലാസ്സിൻ്റെ 131ാമത്തെ ക്ലാസ്സിലാണ് നമ്മളെല്ലാവരും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ കൊണ്ട് വിജയിക്കുന്നവരിൽ, ഖുർആൻ ശഫാഅത്ത് ചെയ്ത് സ്വർഗം പുൽകുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ, ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് വിവരങ്ങൾ നൽകിയിരുന്നു. നമ്മുടെ 2ാമത്തെ സെമസ്റ്റർ എക്സാമിൻ്റെ ഡേറ്റ് പറഞ്ഞു, അതിൻ്റെ ഫീ അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട തീയതി പറഞ്ഞു, അതിൻ്റെ സൈറ്റ് കാണിച്ചു തന്നു, ഗൂഗിൾ പേ ചെയ്യേണ്ട നമ്പർ കണ്ടു. എല്ലാവരും ആ കാര്യം ശ്രദ്ധിക്കുന്നുണ്ടാവും എന്ന് മനസ്സിലാക്കുകയാണ്. നമുക്ക് ഇന്ന് വിഷയത്തിലേക്ക് വരാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്, പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമായതുകൊണ്ട് അതിന് സാധാരണ അറബി വായന പോലെയുള്ള വായന പാടില്ല എന്നും പ്രത്യേകമായ നിയമങ്ങളുണ്ടെന്നും അതിനു തജ്വീദ് എന്നാണ് പറയുക എന്നും നമ്മൾ പഠിച്ചു. തജ്വീദിൽ ഏറ്റവും മർമ്മപ്രധാനമായത് അക്ഷരങ്ങളുടെ മഖ്റജും സിഫത്തും ക്ലിയറായി വായിക്കാൻ സാധിക്കുക എന്നതാണെന്നും പറഞ്ഞു. അങ്ങനെ നമ്മൾ ധാരാളം ഹർഫുകളുടെ പാട്ടും ബൈത്തുകളുമായി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞു. അടുത്തതായി നമ്മൾ പറഞ്ഞത് അഹ്കാമുൻ നൂനി സാക്കിന വ തൻവീൻ. വിശുദ്ധ ഖുർആനിൽ ഏകദേശം 15000-ഓളം സ്ഥലങ്ങളിൽ ശരാശരി കണ്ടുവരുന്ന നിയമമാണ്. അതിൽ ഏതെങ്കിലും ഒരു നിയമം നഷ്ടപ്പെട്ടാൽ തന്നെ ഹറാമിൻ്റെ കുറ്റം കിട്ടാവുന്ന അത്രയും പ്രധാനപ്പെട്ട ആ 5 നിയമങ്ങളുടെ പേരാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്, അല്ലേ? ഏതെല്ലാമാണ്? നൂനിൻ ഹുക്മുകൾ 5ആണ്, തൻവീനിനും ഈ വിധിയാണ്, ഇൽഹാറും ഇദ്ഗാമുകളും ഇഖ്ലാബും ഇഖ്ഫാ ഇവയാണ്. 5 നിയമങ്ങൾ പേര് പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടതും വളരെ സിമ്പിളായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതുമായ ഒരു നിയമമാണ്. നമ്മൾ പറഞ്ഞത് 5 നിയമങ്ങളുണ്ട്. അതിൽ ഇന്ന് നമ്മൾ തുടങ്ങുന്നത് ഇഖ്ലാബ് എന്ന നിയമത്തെക്കുറിച്ചാണ്. ഇഖ്ലാബ് നിങ്ങൾ സ്ക്രീനിലേക്ക് ജസ്റ്റ് ഒന്ന് നോക്കി. സ്ക്രീനിൽ കാണുന്നത് മിൻ ബഅദി എന്നാണ്. എന്താണ്? മിൻ ബഅദി, അല്ലേ? ഒരു മീമുണ്ട്, ഒരു നൂനുണ്ട്, ഒരു ബ ഉണ്ട്, ഒരു ഐനുണ്ട്, ഒരു ദാലുണ്ട്. മിൻ ബഅദി. ഇവിടെ മിൻ എന്ന ആ സുക്കൂനുള്ള നൂനിനു ശേഷം, ശ്രദ്ധിച്ചു നോക്കണം, സുക്കൂനുള്ള നൂനിന് ശേഷം വന്ന അക്ഷരം ബ എന്ന അക്ഷരമായതുകൊണ്ട് എഴുത്തിൽ ഇപ്പോൾ കാണുന്നത് നൂനാണെങ്കിലും ഉച്ചാരണത്തിൽ നൂനിനെ ഉച്ചരിക്കുകയില്ല, പകരം മീമായിട്ടാണ് പറയുക. നൂനിനെ മീമാക്കി പറയണം. അതായത്
മിൻ ബഅദി എന്ന് എഴുതിയത് വായിക്കേണ്ടത് നോക്കിയേ ഇങ്ങോട്ട്, മി മ് ബഅദി അല്ലേ, മിൻ ബഅദി ഇങ്ങനെയാ വായിക്കുക. എഴുത്തിൽ എന്താ ഉള്ളത്? മീമും നൂനും. വായനയിൽ എന്താ ഉള്ളത്? മീമും മീമും. മിൻ ബഅദിയാണ് കാണുന്നതെങ്കിലും കേൾക്കേണ്ടത് എന്താണ്? മിൻ ബഅദി, മിൻ ബഅദി. മിൻ ബഅദി പോരാ, മിൻ ബഅദി എന്നു വേണം. ഇപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താണ്? സുക്കൂനുള്ള നൂനിനു ശേഷം ബ എന്നതുകൊണ്ട് ആ നൂനിനെ മീമാക്കി മാറ്റണം, എന്നിട്ടു മണിച്ച് ഓതണം. ഓക്കെ അല്ലേ? നമുക്ക് വേറൊരു ഉദാഹരണം കൂടെ കാണാം. നോക്കിയേ, ഇത് അൻബിയ എന്നാണ് വായിക്കുക. അൻബിയ അല്ലേ, അംബിയ മുർസലുകൾ എന്ന് നമ്മൾ ധാരാളം പറയുന്നു കേൾക്കുന്നു. അതിലെ അൻബിയ, അൻബിയ ആണ് എഴുത്തിൽ കാണുന്നതെങ്കിലും പറയേണ്ടത് എന്താണ്? അംബിയ. അങ്ങനെ ആ കഴിഞ്ഞ് സ്വരം ഏതാണ്? മീമിൻ്റെതാണ്. അപ്പോൾ അംബിയ, അല്ലാതെ അൻ നോ. യെസ്, നമുക്ക് വേറെ ഉദാഹരണം കാണാം. നോക്കിയേ, സമീഉൻ ബസീർ. തൻവീൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് വിശദമായി നമ്മൾ കണ്ടുപഠിച്ചു. എന്ത്? കലിമത്തുകളുടെ അവസാനത്തിൽ വരുന്ന എഴുത്തിൽ കാണാത്ത ഉച്ചാരണത്തിൽ മാത്രമുള്ള സുക്കൂനുള്ള നൂനാണു തൻവീൻ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് വെച്ച് നോക്കിയേ, സമീഉൻ ബസീർ അല്ലേ, സമീഉൻ എന്ന ഐനിന് തൻവീൻ ദമ്മുണ്ട്. ആ തൻവീൻ ദമ്മിനു ശേഷം ബസീർ എന്ന ബ ആണല്ലോ വന്നത്. അതുകൊണ്ട് തൻവീൻ ആകുന്ന നൂനിനെ ഇനി പറയില്ല, പിന്നെന്തു വേണം? സമീഉൻ ബസീർ, സമീഉൻ ബസീർ. തൻവീൻ ആകുന്ന നൂൻ കേൾക്കാൻ പാടില്ല. എഴുത്തിലുള്ളത് തൻവീൻ ആകുന്ന നൂനാണെങ്കിലും കേൾക്കേണ്ടത് മീമിനെയാണ്, വിത്ത് ഗുന്ന, മണിച്ചുകൊണ്ട്. അപ്പൊ എങ്ങനെ വായിക്കണം? സമീഉൻ ബസീർ. ഇപ്പൊ ചെയ്ത ഈ പരിപാടിയുടെ പേരാണ് ഇഖ്ലാബ്. ഇഖ്ലാബ് എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം തന്നെ ചേഞ്ച് എന്നാണ്. ഇവിടെ എന്തു ചേഞ്ചായി? സാക്കിനായ നൂൻ അതുപോലെ തൻവീൻ മീമായി മാറി. ഓക്കെ, ഇനി ഇത് കേട്ടോക്കെ, ബ എന്ന ഹർഫ് സാക്കിനായ നൂനിനു പിറകെ വന്നെങ്കിൽ നൂൻ മറിഞ്ഞു മാറി മീമതാകുമേ. ബ എന്ന ഹർഫ് സാക്കിനായ നൂനിനു പിറകെ വന്നെങ്കിൽ നൂൻ മറിഞ്ഞു മാറി മീമതാകുമേ. തൻവീനിനും വിധി ഇഖ്ലാബ് എന്നതാണിതേ, നീ നോക്ക് സമീഉം ബസീറും. അംബിയായിലെ, അംബിയായിലെ, അംബിയായിലും സമീഉം ബസീറിലും ഒക്കെ സംഭവിക്കുന്നത് ഇതാണ്. ഇപ്പോ നമ്മൾ പറഞ്ഞതിൻ്റെ രത്നച്ചുരുക്കം, സാക്കിനായ നൂനിൻ്റെയോ തെൻവീനിൻ്റെയോ ശേഷം ബ വന്നാൽ ആ നൂനിനെയും തെൻവീനിനെയും മീമാക്കി ഉന്നത്തോടുകൂടി വായിക്കണം, ഓതണം, ഉച്ചരിക്കണം. ഇതിനാണ് ഇഖ്ലാബ് എന്ന് പറയുന്നത്. നമുക്ക് 2-3 ഉദാഹരണങ്ങൾ കൂടെ നോക്കി വായിക്കാം. നോക്കിയേ, ഒന്ന് നമ്മളിപ്പോൾ പറഞ്ഞത് തന്നെ, അംബിയാ അല്ലാഹ്. ഉറക്കെന്ന് വായിച്ചു നോക്കിയേ, അംബിയാ അല്ലാഹ്. നോക്കിയേ, ദുർരിയതൻ ബഅ്ദുഹാ മിൻ ബഅദ്. എങ്ങനെ? ദുർരിയതൻ ബഅ്ദുഹാ മിൻ ബഅദ്. അംബൂരിക്, അംബൂരിക്. അൻബൂരിക്കാണ് എഴുത്തിലുള്ളത് അല്ലേ, പക്ഷെ വായിക്കുന്നത് അംബൂരിക്. മശ്ശാഇം ബിനമീം. എങ്ങനെ? മശ്ശാഇം ബിനമീം. നോക്കിയേ, യംബഗി ലഹാ.
ينبغي لها حكمة بالغة حكمة بالغة من بين أيديهم عليم بذات الصدور. ഇഖ്ലാബെന്തെന്നറിയില്ലേ, ഇതിനുള്ള ദുബ എന്നല്ലേ, നൂനും തൻവീനിൻ പിറകെ ബാ വന്നാലവ മീമാവില്ലേ. ഒന്നുകൂടെ, ഇഖ്ലാബെന്തെന്നറിയില്ലേ, ഇതിനുള്ള ദുബ എന്നല്ലേ, നൂനും തൻവീനിൻ പിറകെ ബാ വന്നാലവ മീമാവില്ലേ. ആവില്ലേ? ആവും. ബ എന്ന ഹർഫ് വരുന്നു നൂനിനു പിറകിലായി, എന്നാൽ അതിൽ ഇഖ്ലാബ് എന്നൊരു വിധിയതായി. മീമാക്കി നൂനിനെ നീ മറിച്ചു മണിക്കണം, മിൻ ബഅദിഹിൽ ഇഖ്ലാബതാണെന്നോർക്കണം. സാക്കിനായ നൂനിൻ്റെ അതുപോലെ തൻവീനിൻ്റെ 5 വിധികളിൽ വളരെ പ്രധാനപ്പെട്ട ഇഖ്ലാബ് ഇപ്പോൾ നമ്മൾ പഠിച്ചു. നിങ്ങളെല്ലാവരും ചെയ്യേണ്ടത് ഒരു സൂറത്ത് എടുക്കുക, സൂറത്തുൽ മുൽക്ക്, സൂറത്തുൽ വാഖിഅ, പതിവായി നമ്മൾ ഓതുന്ന സൂറത്ത്. എന്നിട്ട് അതിൽ എത്ര ഇഖ്ലാബ് വന്നു എന്ന് നമ്മളൊന്ന് പരിശോധിച്ചിട്ട് ആ ഭാഗം നമ്മളൊന്ന് വെറുതെ ജസ്റ്റ് കണ്ടാൽ മാത്രം പോരാ, വായിച്ച് ഇഖ്ലാബോട് കൂടി തന്നെ വായിച്ച് ശരിയാക്കുകയും വേണം. എന്നിട്ട് മുസ്ഹഫിലെ 30 ജുസ്ഇൽ എവിടെ സാക്കിനായ നൂനിൻ്റെയോ തൻവീനിൻ്റെയോ ശേഷം ബാ വന്നാലും ഇഖ്ലാബ് ചെയ്തുകൊണ്ടാണ് വായിക്കേണ്ടത്. ഒരു കാര്യം കൂടെ, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഈ മുസ്ഹഫിലെ ഇഖ്ലാബ് വരുന്ന സ്ഥലങ്ങളിൽ, അതായത് സാക്കിനായ നൂനിൻ്റെയോ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, സാക്കിനായ നൂനിൻ്റെയോ തൻവീനിൻ്റെയോ ശേഷം ബാ വരുന്നിടത്ത് ഒരു ചെറിയ മീമിനെ എഴുതി കൊടുക്കാറുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഒരു തൂങ്ങിക്കിടക്കുന്ന ഒരു മീം 2-3 രൂപത്തിൽ മുസ്ഹഫിൽ എഴുതി കൊടുക്കാറുണ്ട്. പക്ഷേ ഇഖ്ലാബ് വരുന്നിടത്തുള്ള മീം അതിങ്ങനെ വാലും തൂങ്ങിക്കിടക്കുന്ന ഒരു മീമാണ് അല്ലേ? ചെറിയ ഒരു കുഞ്ഞി മീം. അതോടൊപ്പം തൻവീൻ വരുന്നിടത്ത് ഒരു തൻവീൻ ഫത്ഹാണെങ്കിൽ ഒരു ഫത്ഹ എഴുതും, ഒരു ചെറിയ മീം എഴുതും. തൻവീൻ കസ്റാണെങ്കിലും അങ്ങനെ തന്നെ. തൻവീൻ ദമ്മാണെങ്കിലും ഒരു ദമ്മും ഒരു ചെറിയ മീമും എഴുതി. എന്തിനാണിത്? ഇവിടെ ഇഖ്ലാബാണ് എന്ന് മനസ്സിലാകാൻ വേണ്ടി ചെയ്തതാണിത്. അപ്പോൾ ഈ നിയമങ്ങളൊക്കെ ഇങ്ങനെ അതിൻ്റെ ഡെഫിനിഷൻ പഠിച്ച് കൃത്യമായി ഇങ്ങനെ അവതരിപ്പിക്കാൻ കഴിയാത്ത ആൾക്കാണെങ്കിലും ഈ ചിഹ്നം കണ്ടാൽ ഇഖ്ലാബോട് കൂടി ഓതാൻ സാധിക്കണം, അതിനുവേണ്ടി ചെയ്തതാണ്. ഖലാസ്, ഇഖ്ലാബ് പൂർണ്ണമായി. ഇനി ഇഖ്ലാബിനെ കുറിച്ചുള്ള ചർച്ചയില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ഒരു സൂറത്തെടുത്ത് ആ സൂറത്തിൽ എത്ര ഇഖ്ലാബ് വന്നു, ഏതെല്ലാമാണ്, അവിടെ എങ്ങനെ വായിക്കണം എന്നത് കണ്ടെത്തി ഒന്ന് പരിശീലിക്കലാണ് വേണ്ടത്. നമ്മളെപ്പോഴും പറഞ്ഞിട്ടുണ്ട് തജ്വീദ് അനുസരിച്ച് ഖിറാഅത്ത് സാധ്യമാവണമെങ്കിൽ 4 കാര്യങ്ങൾ അനിവാര്യമാണ്. അതിൽ 4-മത്തേതാണ് റിയാദത്തുൽ ലിസാൻ, നിരന്തര പാരായണ പരിശീലനം, പ്രാക്ടീസ്. എന്നാൽ മാത്രമേ, അല്ലാതെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, സാക്കിനായ നൂനിൻ്റെയോ തൻവീനിൻ്റെയോ ശേഷം ബാ വന്നാൽ അതിനെ മീമാക്കണം, മണിക്കണം എന്ന് എത്ര പറഞ്ഞാലും അവിടെ ഇത് ഇഖ്ലാബ് സംഭവിക്കൂല. ഇഖ്ലാബ് ആവണമെങ്കിൽ നമ്മൾ അതുപോലെ വായിച്ച് ശരിയാക്കണം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ഇനി നമുക്ക് കഴിഞ്ഞ ദിവസം ഓതിയത് സൂറത്തുൽ ഇസ്റാ ആണ്. അതിൽ നിന്ന് കുറച്ച് ഭാഗം ഓതാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وننزل من القرآن ما هو شفاء ورحمة للمؤمنين ولا يزيد الظالمين إلا خسارا. وإذا أنعمنا على الإنسان أعرض ونأى بجانبه وإذا مسه الشر كان يئوسا.
قل كل يعمل على شاكلته فربكم أعلم بمن هو أهدى سبيلا ويسألونك عن الروح قل الروح من أمر ربي وما أوتيتم من العلم إلا قليلا ولئن شئنا لنذهبن بالذي أوحينا إليك ثم لا تجد لك به علينا وكيلا إلا رحمة من ربك إن فضله كان عليك كبيرا قل لئن اجتمعت الإنس والجن على أن يأتوا بمثل هذا القرآن لا يأتون بمثله ولو كان بعضهم لبعض ظهيرا. اوكي وننزل من القرآن ما هو شفاء ورحمة للمؤمنين. വനുനസ്സിലു മിനൽ ഖുർആൻ. ഇപ്പോഴും ശരിയാവാത്ത ആളുകളുണ്ടെങ്കിലേ അവർക്ക് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞ അല്ലഫൽ അലിഫുവിലെ ഒന്നുകൂടെ പാടി ക്ലിയർ ചെയ്ത് ശരിയാക്കണേ. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ. മദ് മുത്തസിൽ ഉണ്ട്, മറന്നുകൊണ്ട. മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽമുഅ്മിനീൻ. റഹ്മത്തിലെ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, റഹ്മത്തുള്ള, റഹ്മ, റഹ്മ, അങ്ങനെ ഹാഇനെ ഹാ ആക്കിയിട്ട് റഹ്മത്തുള്ള പറഞ്ഞാൽ അത് സലാം ആവുമോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. സലാം എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആൻ ഒരു ഇബാദത്തായി നമുക്ക് തന്നതാണ്. ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്ത്. മുഅ്മിനീങ്ങൾ പരസ്പരം കണ്ടാലുള്ള ബാധ്യതകൾ, കടപ്പാട് 6 അതിലൊന്നാണ് ഇദാ ലഖൈത ഫസല്ലിം അലൈഹി. കണ്ടാൽ സലാം പറയണം. അതിന് വാചകങ്ങളും വിശുദ്ധ ഇസ്ലാം തന്നെ തന്നിട്ടുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു, അല്ലെങ്കിൽ വെറും അസ്സലാമു അലൈക്കും. വറഹ്മത്തുള്ളാഹി കൂട്ടുകയാണെങ്കിലോ അത് വറഹ്മത്തുള്ളാഹി ആവണം. അല്ലാതെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, റഹ്മത്തുള്ള അത് ആയി വരികയാണ്. മടക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. അതുപോലെ റഹ്മത്ത് എന്ന പദം ധാരാളം നമ്മൾ ഉപയോഗിച്ച് ഹാഇനെ ഹാ ആക്കിയിട്ട് അതിൻ്റെ ഖുർആനാകുമ്പോൾ അത് വല്ലാത്ത അപകടമാണ്, ശ്രദ്ധിക്കണം. ولا يزيد الظالمين إلا خسارا ولا يزيد الظالمين إلا خسارا. ഖസാറ എന്ന് പറഞ്ഞത് സീൻ ഇസ്തിഫാലിലെ ഹർഫാണ്. നീട്ടുമ്പോൾ അലിഫിനെ തർക്കീഖ് ചെയ്യും. എന്നാൽ റാ തഫ്ഖീമാക്കുകയും റാഇനെ നീട്ടാൻ വേണ്ടി അലിഫ് വരുമ്പോൾ ഖസാറ, ഖസാറ ഒഴിവാക്കിയിട്ട് ഖസാറ പാടില്ലാതെ ഖസാറ, ഖസാറ. وإذا أنعمنا على الإنسان أعرض ونأى بجانبه وإذا أنعمنا മദ് മറന്നുകൊണ്ട അലൽ ഇൻസാനി. അല്ലാഹ്, എത്ര ആളുകളാണ് ഇങ്ങനെയുള്ള ഈ സുകൂൻ അതുപോലെ ശേഷം ഹംസയൊക്കെ വരുമ്പോഴേ വഇദാ അൻഅംനാ അലൽ ഇൻസാനി, അലൽ ഇൻസാനി എന്ന് ലിൻസാനി ആക്കുന്നവർ 3 ഹറാമുകളാണ് അങ്ങനെയുള്ളവർ ചെയ്യുന്നത് എന്നാണ് കിതാബിലൊക്കെ കാണുന്നത്. അലൽ ഇൻസാനിക്ക് അലൽ ഇൻസാനി ആകുമ്പോൾ ദുആ ചെയ്യുമ്പോഴൊക്കെ നമ്മളെപ്പോഴും പറയലുണ്ട് അല്ലേ, റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി, വഫിൽ ആഖിറതിക്ക് പകരം വഫിൽ ആഖിറതി എന്ന് പറയുമ്പോൾ ഖുർആൻ അല്ലാഹുവേ
അലൽ ഇൻസാനി, അലൽ ഇൻസാനി, ഇൻസാനിയുടെ ഈ പോകുന്നു, ലാം ഒന്ന് എക്സ്ട്രാ വരുന്നു, സുക്കൂൻ പോയിട്ട് ഹർക്കത്ത് മാറുന്നു. 3 ഹറാമുകളാണ് അതുവഴി വരുന്നത് എന്നാണ്. അതുകൊണ്ട് ശ്രദ്ധ ഉണ്ടാവുക എന്നുള്ളതാണ്. وَإِذَا أَنْعَمْنَا عَلَى الْإِنسَانِ أَعْرَضَ وَنَأَى بِجَانِبِهِ أَعْرَضَ ضاد മറന്നു കൊണ്ടട്ടാ, മേലെ അണപ്പല്ലോട് നാവിൻ സൈഡ് തട്ടിച്ചു വേണേ ഉച്ചരിക്കാൻ ളാദ്. അതുകൊണ്ട് ളാദ് തകരാറാവാതെ കേടുവരാതെ എന്തു വേണം? അഅറദ വനഅ ബിജാനിബിഹി വഇദാ മസ്സഹു الشَّرُّ കാന യഊസാ വഇദാ മസ്സഹു الشَّرُّ കാന യഊസാ ഖുൽ കുല്ലുൻ യഅ്മലു. അല്ലാഹുവേ, നോക്കണേ. ഖുൽ ആദ്യത്തേത് ഖാഫും ലാമും, ഖുൽ. പിന്നെ കുല്ലുൻ. എന്ത് സംഭവിക്കുന്നറിയോ? ഖുൽ ഖുല്ലുൻ രണ്ടും ഖുഖു ആകും, അല്ലെങ്കിൽ കുൽ കുല്ലു ഒക്കെ കുൽ ആവും. പാടില്ല. ഖുൽ കുല്ലുൻ, ഖുൽ ഖുൽ കുല്ലുൻ, ഖുൽ കുല്ലുൻ യഅ്മലു അലാ ശാകിലതിഹി ഫറബ്ബുകും അഅലമു ബിമൻ ഹുവ അഹ്ദാ സബീലാ ഫറബ്ബുകും അഅലമു ബിമൻ ഹുവ അഹ്ദാ സബീലാ. ഓക്കെ. വയസ്അലൂനക അനിർ റൂഹ്, വയസ്അലൂനക അനിർ റൂഹ്, റൂഹ് ഖുലിർ റൂഹു മിൻ അംരി റബ്ബി, ഖുലിർ റൂഹു മിൻ അംരി റബ്ബി വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീലാ വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീലാ വലഇൻ ശിഅ്നാ ലനദ്ഹബന്ന ബില്ലദീ ഔഹൈനാ ഇലൈക്. ഓക്കെ. വലഇൻ ശിഅ്നാ, ഇഖ്ഫ ഉണ്ട്, ഇഖ്ഫ പഠിക്കാനിരിക്കുന്നു, നേരത്തെ പറഞ്ഞു പോയതാണെങ്കിലും അല്ലേ. ലനദ്ഹബന്ന ബില്ലദീ ഔഹൈനാ ഇലൈക്, ലനദ്ഹബന്ന നൂനിന്റെ ഗുന്നത്ത്, ബില്ലദീ ഔഹൈന മദ്, ഔഹൈനാ ഇലൈക് അവിടെയും മദ്. ثم لا تجد لك به علينا وكيلا. എങ്ങനെ? ثم لا تجد لك به علينا وكيلا, ثم لا تجد لك به علينا وكيلا إلا رحمة من ربك, إلا رحمة من ربك إن فضله كان عليك كبيرا, إن فضله كان عليك كبيرا. فضله ബാക്കി നോക്കി. قل لئن اجتمعت الإنس, എങ്ങനെ? قل لئن اجتمعت الإنس, لئن اجتمعت الإنس والجن على أن يأتوا بمثل هذا القرآن لا يأتون بمثله ولو كان بعضهم لبعض ظهيرا, ولو كان بعضهم لبعض ظهيرا. ബാക്കി നോക്കിയേ. ولقد صرفنا للناس في هذا القرآن من كل مثل فأبى أكثر الناس إلا كفورا وقالوا لن نؤمن لك حتى تفجر لنا من الأرض ينبوعا أو تكون لك جنة من نخيل وعنب فتفجر الأنهار
فتفجر الأنهار خلالها تفجيرا أو تسقط السماء كما زعمت علينا كسفا أو تأتي بالله والملائكة قبيلا أو يكون لك بيت من زخرف أو ترقى في السماء ولن نؤمن لرقيك حتى تنزل علينا كتابا نقرأه قل سبحان ربي هل كنت إلا بشرا رسولا. ولقد صرفنا للناس في هذا القرآن من كل مثل ولقد صرفنا للناس في هذا القرآن من كل مثل فأبى أكثر الناس إلا كفورا وقالوا لن نؤمن لك حتى تفجر لنا من الأرض ينبوعا. ഇന്ന് നമ്മൾ പഠിച്ച ഇഖ്ലാബ് വന്നു. വേറെ എവിടെയെങ്കിലും വന്നിരുന്നോ ഓതിയൽ? എവിടെയൊക്കെ മേലെ കണ്ടില്ല ചെറിയ മീം. അപ്പൊ എൻ ആണെങ്കിലും എം പറയാം അല്ലേ? وقالوا لن نؤمن لك حتى تفجر لنا من الأرض ينبوعا أو تكون لك جنة من نخيل وعنب. أو تكون لك جنة من نخيل وعنب فتفجر الأنهار خلالها تفجيرا فتفجر الأنهار يا ومبالي الله خلالها تفجيرا أو تسقط السماء كما زعمت علينا أو تسقط അവിടെ തുസ് എന്ന സീ ഉണ്ടല്ലോ, തുസ് സ്വാദാവാൻ പാടില്ല. ഔ تسقط السماء كما زعمت علينا كسفا كما زعمت أو تأتي بالله والملائكة قبيلا مد أو يكون لك بيت من زخرف أو ترقى في السماء. أو يكون لك بيت من زخرف أو ترقى في السماء ولن نؤمن لرقيك حتى تنزل علينا كتابا نقرأه ولن نؤمن لرقيك حتى تنزل علينا كتابا نقرأه قل سبحان ربي هل كنت إلا بشرا رسولا. قل سبحان ربي هل كنت إلا بشرا رسولا وما منع الناس أن يؤمنوا إذ جاءهم الهدى إلا أن قالوا أبعث الله بشرا رسولا. وما منع الناس أن يؤمنوا إذ جاءهم الهدى
إلا أن قالوا أبعث الله بشرا رسولا. باقي കുറച്ച് قل لو كان في الأرض ملائكة يمشون مطمئنين لنزلنا عليهم من السماء ملكا رسولا قل كفى بالله شهيدا بيني وبينكم إنه كان بعباده خبيرا بصيرا ومن يهد الله فهو المهتد ومن يضلل فلن تجد لهم أولياء من دونه ونحشرهم يوم القيامة على وجوههم عميا وبكما وصما مأواهم جهنم كلما خبت زدناهم سعيرا اللهم إنا نعوذ بك من عذاب جهنم ذلك جزاؤهم بأنهم كفروا بآياتنا وقالوا أإذا كنا عظاما ورفاتا أإنا لمبعوثون خلقا جديدا أولم يروا أن الله الذي خلق السماوات والأرض قادر على أن يخلق مثلهم وجعل لهم أجلا لا ريب فيه فأبى الظالمون إلا كفورا قل لو أنتم تملكون خزائن رحمة ربي إذا لأمسكتم خشية الإنفاق وكان الإنسان قتورا قل لو كان في الأرض ملائكة يمشون مطمئنين لنزلنا عليهم قل لو كان في الأرض ملائكة مد مرنون يمشون مطمئنين لنزلنا عليهم من السماء ملكا رسولا قل كفى بالله شهيدا بيني അവിടെ എന്താ നിയമം ഷഹീദൻ ബൈനി അല്ലേ ഷഹീദൻ എന്ന ദാലിലെ തൻവീൻ ഫത്ഹ് നമ്മളപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് തൻവീൻ ഫത്ഹും കസ്റും ദമ്മൊക്കെ വരുമ്പോൾ തൻവീനുകൾ ഇടാതെ ഒന്ന് മാത്രം ഇട്ടിട്ട് അതിൻ്റെ നേരെ മേലെ ചെറിയൊരു മീം എഴുതി കൊടുക്കാറാണ് പതിവ് എന്ന് ഓക്കെ അപ്പോൾ ഷഹീദൻ ബൈനി വ ബൈനക്കും ഇന്നഹു കാന ബിഇബാദിഹി ഖബീറൻ ബസീറ അവിടെയുണ്ട് അപ്പോൾ രണ്ട് ഇഖ്ലാബ് വന്നിട്ടുണ്ട് ആ ആയത്തിൽ വമൻ യഹ്ദില്ലാഹു ഫഹുവൽ മുഹ്തദ് ومن يضلل اوكي فلن تجد لهم اولياء من دونه ونحشرهم يوم القيامه على وجوههم അവിടെ ശ്രദ്ധിക്കണേ عميا وبكما وصما സാദും മീമിന്റെ ഗുന്നത്തും മറക്കണ്ട مأواهم جهنم كلما خبت زدناهم سعيرا പിന്നെ ذلك جزاؤهم بأنهم كفروا بآياتنا وقالوا أإذا كنا عظاما ورفاتا أإنا لمبعوثون خلقا جديدا أولم يروا أن الله الذي خلق السماوات والأرض قادر على أن يخلق مثلهم والأرضك والأرض ياകുന്നത് എപ്പോഴും പറയുന്നതാണ് ഒന്നുകൂടെ وجعل لهم أجلا لا ريب فيه فأبى الظالمون إلا كفورا പിന്നെ قل لو أنتم تملكون خزائن رحمة ربي
ഖസാഇന ട്ടോ. ഇദല്ല അംസക്തും. എങ്ങനെ നോക്കി, ഇദല്ല അംസക്തും ഖശ്യതൽ ഇൻഫാഖ് വകാനൽ ഇൻസാനു ഖതൂറ. ولقد آتينا موسى 9 آيات بينات فاسأل بني إسرائيل إذ جاءهم فقال له فرعون إني لنظنك يا موسى مسحورا قال لقد علمت ما أنزل هؤلاء إلا رب السماوات والأرض بصائر وإني لأظنك يا فرعون مثبورا فأراد أن يستفزهم من الأرض فأغرقناهم ومن معه جميعا وقلنا من بعده لبني إسرائيل اسكنوا الأرض فإذا جاء وعد الآخرة جئنا بكم لفيفا وبالحق أنزلناه وبالحق نزل وما أرسلناك إلا مبشرا ونذيرا وقرآنا فرقناه لتقرأه على الناس على مكث ونزلناه تنزيلا قل آمنوا به أو لا تؤمنوا إن الذين أوتوا العلم من قبله إذا يتلى عليهم يخرون للأذقان سجدا ويقولون سبحان ربنا إن كان وعد ربنا لمفعولا ويخرون للأذقان يبكون ويزيدهم خشوعا قل ادعوا الله أو ادعوا الرحمن أيما تدعوا فله الأسماء الحسنى ولا تجهر بصلاتك ولا تخافت بها وابتغ بين ذلك سبيلا وقل الحمد لله الذي لم يتخذ ولدا ولم يكن له شريك في الملك ولم يكن له ولي من الذل وكبره تكبيرا صدق الله العظيم. Okay. ولقد آتينا موسى 9 آيات بينات ഫസ്അൽ ബനി ഇസ്രായീൽ. ഫസ്അൽ എന്ന് എഴുതിയെന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. റസ്മുൽ ഉസ്മാനിയുടെ കായികകളൊക്കെ പഠിക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് ഉദാഹരിക്കാനുള്ളതാണ്. ഫസ്അൽ ഇദ് ജാഅഹും ഫഖാല ലഹു ഫിർഔൻ ഇന്നി ലഅظുന്നുക യാ മൂസ മസ്ഹൂറാ قال لقد علمت ما أنزل هؤلاء إلا رب السماوات والأرض. മദ്ദുകളിലെ ബസായിറ എന്നുള്ളത് നിർത്തിയപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ബസായിർ എന്നാണ്. وإني لأظنك يا فرعون مثبورا فأراد أن يستفزهم فأراد أن يستفزهم من الأرض فأغرقناه ومن معه جميعا وقلنا من بعده لبني إسرائيل اسكنوا الأرض. من بعده إقلابinde لبني إسرائيل اسكنوا الأرض فإذا جاء وعد الآخرة جئنا بكم لفيفا وبالحق أنزلناه وبالحق نزل. രണ്ട് وبالحق أنزلناه وبالحق نزل
وما أرسلناك إلا مبشرا ونذيرا وقرآنا فرقناه لتقرأه على الناس على مكث يعني وقرآنا فرقناه لتقرأه على الناس على مكث لا ونزلناه تنزيلا قل آمنوا به أو لا تؤمنوا قل آمنوا به أو لا تؤمنوا ഔ ലാ തുഅ്മിനൂ എന്ന് പറഞ്ഞെടുത്ത് നിർത്തിയത് കൊണ്ടാണ് കൂടുതൽ നീട്ടാതിരുന്നത്. ചേർത്തി ഓതുകയാണെങ്കിലോ ഔ ലാ തുഅ്മിനൂ ഇന്നല്ലദീന ചേർത്തി ഓതുകയാണെങ്കിൽ ഓതണം എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. ഇന്നല്ലദീന ഊതുൽ ഇൽമ മിൻ ഖബ്ലിഹി ഇദാ യുത്ലാ അലൈഹിം യഖിറൂന ലിൽ അദ്ഖാനി സുജ്ജദാ വയഖൂലൂന സുബ്ഹാന റബ്ബിനാ അല്ലേ സുബ്ഹാനയെ കുറിച്ച് നമ്മൾ നന്നായി പറഞ്ഞതാണ്. ഇൻ കാന വഅദു റബ്ബിനാ ലമഫ്ഊലാ വയഖിറൂന ലിൽ അദ്ഖാനി യബ്കൂന വയസീദുഹും ഖുശൂഅ ഖുൽ ഇദ്ഉല്ലാഹ ഔ ഇദ്ഉർ റഹ്മാൻ ഖുൽ ഇദ്ഉല്ലാഹ ഔ ഇദ്ഉർ റഹ്മാൻ أيما تدعوا فله الأسماء الحسنى أيما تدعو تتبوذي ولا تجهر بصلاتك ولا تخافت بها وابتغ بين ذلك سبيلا وقل الحمد لله الذي لم يتخذ ولدا ولم يكن له شريك في الملك ഒന്നുകൂടെ ഓക്കെ وقل الحمد لله الذي لم يتخذ ولدا ولم يكن له شريك في الملك ولم يكن له ولي من الذل وكبره تكبيرا صدق الله العظيم. അല്ലാഹു തആല ഖബൂലാക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. പഠിച്ചോനെ പരിശുദ്ധ ഖുർആൻ ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷിയാക്കണേ അല്ലാഹ്. ഖുർആനിൻ്റെ ബറക്കത്തുകൊണ്ട് ആഫിയത്തും ദീർഘായുസ്സും നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. പ്രത്യേകം ദുആ കൊണ്ട് ഏൽപ്പിച്ച ഒരുപാട് പേരുണ്ട്. എല്ലാവർക്കും ഖൈറും ബറക്കത്തും സിഹത്തും സലാമത്തും നീ നൽകണേ അല്ലാഹ്. എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളിൽ നിന്ന് എല്ലാവരെയും കാത്തുരക്ഷിക്കണേ അല്ലാഹ്. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു വസല്ലമ വബാറക അലാ സയ്യിദിന മുഹമ്മദ് وآله وصحبه أجمعين والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته. صلاة الله سلام الله عليك يا رسول الله صلاة الله سلام الله عليك يا حبيب الله توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله وأهل البدر يا الله إلهي سلم الأمة من الآفات والنقمة ومن هم ومن غمة بأهل البدر يا الله صلاة الله سلام الله عليك يا رسول الله صلاة الله سلام الله عليك يا حبيب الله.